ഈ ആഭ്യന്തര വകുപ്പ് എത്ര ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്നതാണോ ഈ സംഭവം? ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഈ പോലീസുകാരുടെ മേൽ ഒരു നിയന്ത്രണവുമില്ലേ? ഈ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച ഈ പോലീസുകാർ ഇപ്പോഴും കാക്കയിട്ട് നമ്മുടെ സർവീസിൽ തുടരുന്നത് ഈ പിണറായി സർക്കാരിനു തന്നെ അപമാനമല്ലേ റെജി ലൂക്കോസ്? ഡോക്ടർ അരുൺകുമാർ, രാജ്യത്തിന് തന്നെ മാതൃകയായ നമ്മുടെ കേരള പോലീസിന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അപമാനമായി മാറിയിരിക്കുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. മനസാക്ഷി മരവിക്കാത്തവർ ഉൾപ്പെടെ മനസാക്ഷി അല്പമെങ്കിലുള്ള ഒരു മനുഷ്യനും ആ ചെറുപ്പക്കാരനോട് ഈ പോലീസുകാരെ ചെയ്ത കൊടും ക്രൂര മർദ്ദനങ്ങൾ കണ്ടിരിക്കാൻ പറ്റത്തില്ല. രണ്ടാമതൊന്ന് കാണുവാൻ, ആ വിഷ്വൽസ് കാണുവാൻ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ, ഇപ്പം ഇങ്ങനെയൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു മനുഷ്യനിട്ട് ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇവരുടെ മനസ്സെന്താണ്? ഇവർക്ക് മനസ്സില്ല, ഇവർ മനുഷ്യരല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്നാൽ ഡോക്ടർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഈ ഉദ്യോഗസ്ഥർ കാക്കിയിട്ടിന് ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ 4 ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ സുജിത്ത് പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ജോലി രാജിവെച്ച് PSCയിലൂടെ എഴുതി തൃശ്ശൂർ ഏതോ ഒരു വില്ലേജ് ഓഫീസർ, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറാണ് ജോലി ചെയ്യുന്നുണ്ട്. അയാളെയും പിരിച്ചുവിടണം, ഒരു സംശയമില്ല കാര്യത്തിൽ. അയാളിനി ആ ജോലിക്ക് ഇരിക്കാൻ പാടില്ല. ഇവിടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ ഡോക്ടർ അരുൺകുമാറിന് ശ്രദ്ധയിലേക്ക് ഒരു കണക്ക് ഞാൻ അവതരിപ്പിക്കാം. വളരെ വ്യക്തമായൊരു ചിത്രം. അതായത് ദേശീയതലത്തിൽ 12% പോലീസിലെ ക്രിമിനലുകൾ. 2016 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ മാത്രം അത് 6% ഉള്ളൂ. ഇപ്പോൾ അത് 4% കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താ അറിയോ? ഇത്രയും നടപടികൾ പോലീസിനെതിരെ, ഈ അട്രോസിറ്റികൾ ചെയ്യുന്ന ക്രൂരന്മാരായ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്രയധികം നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സർക്കാർ ഇന്നുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 122 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, 2 DYSമാർ ഉൾപ്പെടെയുള്ളവരെ പിരിച്ചുവിട്ടു. ഇപ്പോൾ 220ഓളം ഉദ്യോഗസ്ഥന്മാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് കൊടുത്തിരിക്കുക. ഇതേ പിണറായി വിജയൻ സർക്കാർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയെങ്കിലും ഒരു ക്രിമിനലുകൾ, ഈ 4% ഉൾപ്പെടുന്ന ക്രിമിനലുകൾ എവിടെയെങ്കിലും ഇതുപോലത്തെ തേർവാഴ്ച നടത്തുന്നത് സത്യത്തിൽ നമ്മുടെ പോലീസിന് ഒരു അപമാനമാണെന്ന കാലത്ത് യാതൊരു ഈ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ നടത്തിയ കള്ളക്കളി, ഈ പലതവണ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പരിധിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും അത് നൽകാതെ ഒടുവിൽ ഈ അപേക്ഷകനെ വട്ടം കറക്കിയ നടപടി, ഒടുവിൽ കള്ളക്കേസിട്ട നടപടി, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് ഈ എൻക്വയറി റിപ്പോർട്ട് എടുത്ത കക്ഷത്ത് വെച്ചിട്ട് ഒരു നാമമാത്രമായ നടപടിയെടുത്തു. ഈ 4 പോലീസുകാരല്ല, ഈ കേസ് അന്വേഷിച്ചയാൾ, നടപടിയെടുത്ത DYSPയും ആ പോലീസ് SP-യും അതിന് അധികാരം നൽകിയ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ പ്രതിക്കൂട്ടിലാണ് റെജി ലൂക്കോസ്. ഈ 4 പേരുടെ തലയിൽ മാത്രമേ ചൂരാൻ കഴിയുമോ? ഇന്നിപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഈ പോലീസുകാരെ സംരക്ഷിക്കുന്നത് എന്നാണ്. അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിലവിൽ അവർ കാക്കയിട്ട് സർവീസിൽ തുടരുകയാണ് റെജി. ഡോക്ടർ, അവരത് രാഷ്ട്രീയം പറയും. കാരണം അവരുടെ കാലത്ത് നടത്തിയ ഈ 5 വർഷം കൊണ്ട് 21 നിരപരാധികളെ പോലീസ് സ്റ്റേഷനിൽ കൊന്നു. അതിൽ നമ്മുടെ ഉദയകുമാറിന്റെ ചരിത്രം പറയുന്നത്, ഉദയകുമാറിന്റെ ഹിസ്റ്ററി അറിയാമല്ലോ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇരുമ്പ് ദണ്ട് വെച്ച് ഉരുട്ടി അയാളുടെ ശരീരം, അത് പറയാൻ പോലും പേടിയാണ്, അയാളെ കൊന്നു തള്ളി ആ കാലത്ത്. എന്നിട്ട് എത്ര ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ട്. അതിവിടെ ചെയ്ത തെറ്റിനെ നമ്മൾ അംഗീകരിച്ചില്ല. നമ്മളൊരിക്കലും ഇതിനകത്ത് ഒളിച്ചോടുന്നില്ല. അവിടെ ഇതല്ല വിഷയം. ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു, ഇപ്പം എന്നോട് ചോദിച്ചതും വളരെ ന്യായമാണ്. ചില ഉദ്യോഗസ്ഥന്മാർ അവരുടെ സഹപ്രവർത്തകരെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിലും കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ സഹപ്രവർത്തകർ ചെയ്ത തെറ്റുകളുടെ റിപ്പോർട്ട് സർക്കാർ കൊടുത്തതിന്റെ ഫലമായിട്ടുള്ളോ ഇപ്പോൾ ഈ ഇത്രയും ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഇതിലും കർശന നടപടി എടുക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ വിഷയം 2 വർഷത്തെ പ്രൊമോഷനും ഒരു ഇൻക്രിമെന്റും തടഞ്ഞു വെച്ചു. അത്ര മാത്രമേ ഉള്ളൂ. ഈ മർദ്ദനത്തിന് അത് മതിയോ റെജി ലൂക്കോസ്? അതിനോ, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അവരിപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, കാക്കിയിട്ടിരിക്കുകയാണ്. അവർക്ക് കൊടുത്തിരിക്കുന്നത്, അവർക്ക് സൗകര്യപ്രദമായ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഇവരുടെ മേലുദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന. ഇന്നലെ ബഹുമാനപ്പെട്ട DIG ഈ ഫുട്ടേജ് പുറത്തു വന്ന ഉടനെ അദ്ദേഹം പറഞ്ഞെന്താണ്, ഇപ്പോൾ കോടതിയുടെ മുമ്പിലാണ്. കോടതി ഉടനെ തന്നെ അതിന്റെ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വകുപ്പുതല നടപടി, കോടതി വിധി എന്തായാലും ഇവർക്കെതിരെ കർശനമായ നടപടി എടുക്കുന്നു ബഹുമാനപ്പെട്ട DIG പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ സർക്കാരിനെ സംബന്ധിച്ചുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോടതിയിലാണ് ഈ വിധി കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഈ ചെയ്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. കേരളത്തിലെ പോലീസുകാർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷകരാണ്. ജനങ്ങളുടെ സംരക്ഷകരായി ഹലോ സാർ ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന പോലീസുകാരുടെ ഒരു രാജ്യത്ത് ജീവിച്ചിട്ടോ എന്ന് പറയാൻ
അതൊക്കെ കാണുമ്പോൾ നമ്മളിവിടെ ആ രീതിയിലുള്ളൊരു മാറ്റം ചെറിയ രീതിയിലാണെങ്കിലും വന്നതിൽ ആഹ്ലാദിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ജോർജ് ലോയിഡിനെ അമേരിക്കയിലെ കറുത്തവർക്കാരനെ ജോർജ് ലോയിഡിനെ മുതുകത്ത് ചവിട്ടി കൊന്ന അതേ രീതിയിലുള്ള മാനസികാവസ്ഥ ചില പോലീസുകാരുടെ ഉണ്ട്. അവരെയും ക്ലീനപ്പ് ചെയ്യണം. അതിന് ഈ സർക്കാർ നടപടി സ്വീകരിക്കും. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ നടപടി സ്വീകരിക്കും. ഈ വിഷ്വൽസ് പുറത്തു വന്നില്ലെങ്കിൽ റജി ലൂക്കോസ് വിശ്വസിക്കുന്നുണ്ടോ ഇവർക്കെതിരെ ഒരു ചെറുവിരൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് അനങ്ങുമെന്ന്? ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന വർഗീസിനും ഈ പറയുന്ന സുജിത്തും അവർ നടത്തിയ പോരാട്ടമില്ലായിരുന്നെങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമോ? ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമോ? ഒരു കൈകൊണ്ട് മർദ്ദിച്ചു എന്ന പേരിൽ ഒരു വർഷത്തിൽ താഴെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റം, അതും സർവീസ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ വിധിയും ശിക്ഷയും ഒക്കെ നടപ്പാക്കാൻ പോകുന്നത്. എത്രമേൽ അപ്പീൽ പോകും? ഒടുവിൽ പല അപ്പീലുകളിലും പോയി തെളിവുകൾ മാഞ്ഞു പോകും. അതല്ലേ സംഭവിക്കുക റജി? ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ റജി വിശ്വസിക്കുന്നുണ്ടോ ഇവരിപ്പോഴും എക്സ്പോസ് ചെയ്യപ്പെടുമായിരുന്നുവെന്ന്? തികച്ചും ന്യായമായ ചോദ്യമാണ്. ഇതുപോലെ പുറത്തറിയപ്പെടാത്ത എത്രയോ നിരപരാധികൾ ഇതുപോലത്തെ ചില പോലീസ് സ്റ്റേഷനിൽ ഇത്ര നീചന്മാരായ പോലീസുകാരുടെ കയ്യൂക്ക് ഗുണം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാനും ഭയക്കുന്നുണ്ട്. ഞാൻ അത് ഇത്തരം കാര്യങ്ങൾ തന്നെ ആയിരിക്കുന്നില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇതുപോലൊരു കുറച്ചെണ്ണം ഉണ്ട്, അവർക്ക് പോലും അപമാനമായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സമൂഹത്തിലും ഇത്തരം ക്രൂരന്മാരുണ്ട്. ഇപ്പൊ ഈ സമീപകാലത്ത് ഒരു വിദ്വാനെ ഒരു സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ നേരെ മൈക്ക് തിരിച്ച് എങ്ങോട്ടാ? പിണറായി വിജയനിലേക്ക് മൈക്ക് തിരിച്ച്. പിണറായി വിജയൻ ആളെ വിട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ മോശമായ ചിത്രീകരിക്കുന്ന ഒരു സംസ്കാരവും നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതേപോലുള്ള പോലീസുകാർ സർവീസിലുണ്ട് എന്നതറിയാനുള്ള സംവിധാനങ്ങൾ ആഭ്യന്തര വകുപ്പിനില്ലേ? സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, ഇന്റലിജൻസ് സംവിധാനമുണ്ട്. ഈ ക്രിമിനലുകളെ തിരിച്ചറിയാൻ ഈ വിഷ്വൽസ്, ഈ പരാതി ഉയർന്ന നിമിഷം തന്നെ ഈ വിഷ്വൽസ് മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ടാകുമല്ലോ. അവർക്ക് കൃത്യമായി റിപ്പോർട്ട് കൊടുത്ത് ആ നിമിഷം തന്നെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി കോടതി വിധി വരുന്നത് വരെ ഈ സർവീസിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പ്രതിരോധത്തിലാവില്ലായിരുന്നു പിണറായി സർക്കാർ. അല്ല, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ 4% വരുന്ന ഈ ഇത്തരം മാനസികാവസ്ഥയുള്ളവരിൽ അവരും പെടുവായിരിക്കാം. അതിന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്ന പോലീസിന്റെ അട്രോസിറ്റികളെ കുറിച്ചാണ്. പോലീസാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ഇടപെടുന്നത്. പോലീസിന്റെ ഭാഗത്തൊരു ചെറിയ മോശമായ ഒരു സംഭവം ഉണ്ടായാലും നമ്മുടെ ജാഗ്രതയുള്ള മാധ്യമങ്ങൾ പൊതുസമൂഹം പ്രതികരിക്കും. അതാണ് നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ഒരു സംസ്കാരം, ഒരു പൊതുബോധം നമുക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് മാധ്യമങ്ങൾ വലിയ ഒരു ഉന്നതമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ ഈ വിഷ്വൽസ് പുറത്തു വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പോലും വിശ്വസിക്കത്തില്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അദ്ദേഹം എക്സാജറേറ്റ് പറയാൻ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. പക്ഷേ വസ്തുത മുമ്പിൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കി അതനുസരിച്ച് അഭിപ്രായം പറയാൻ നമ്മളെ പോലെയുള്ള ആളെ കിട്ടത്തില്ല. അത് ഡോക്ടർ അരുണെ പോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ തഴുകുന്നത് കണ്ടില്ലേ ശ്രീ റജി? അതായത് അന്ന് നടപടി എടുത്തിരുന്നുവല്ലോ, അന്ന് ഇവർക്ക് എതിരെ നടപടികൾ ഉണ്ടായിരുന്നു, കോടതിയിൽ നടക്കുകയാണ് എന്ന് ലഘൂകരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ആ ഉദ്യോഗസ്ഥനെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇവർ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? ഈ സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള വർഗബോധമല്ലല്ലോ ആ സമയത്ത് ഉണരേണ്ടത്. അല്ല, അത് ശരിയല്ല. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം ആ ചാർജ് എടുക്കുന്നതിന് മുമ്പാണ് ഈ എൻക്വയറിയും ഈ 2023 ഈ പറയുന്ന അട്രോസിറ്റികളെല്ലാം അരങ്ങേറിയത്. അദ്ദേഹം പറഞ്ഞത് അന്ന് നടപടി എടുത്തു എന്ന്. ആ നടപടി ചെറുതാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്, അത് സർക്കാരിന്റെ അഭിപ്രായം തന്നെയാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാരണം എന്തറിയോ, അദ്ദേഹം പറഞ്ഞെന്തുകൊണ്ടാ കോടതി വിധി ഉടനെ വരും, ആ വിധി എന്തായാലും കർശനമായ നടപടി ഇപ്പോൾ ചേർത്തിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം വളരെ ദുർബലമായ വകുപ്പുകളാണ്. ഞാൻ പറയുന്നത് ദുർബലമായ വകുപ്പുകളാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ ദുർബലമായ വകുപ്പിൽ ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടാൻ പോകുന്നത്?